ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഞാൻ അത് ആദ്യം തന്നെ ആ ഭാഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഹൃദയസ്പർക്കായ ചർച്ചയാണ്. അവരുടെ ശമ്പളം സംബന്ധിച്ച്, അവർക്ക് സുരക്ഷിതമായ ശുചിമുറിയില്ലാത്ത വിഷയം, അവർക്ക് വസ്ത്രം മാറാനുള്ള സ്ഥലമില്ലാത്ത വിഷയം, 14 മുതൽ 16 മണിക്കൂർ വരെ തൊഴിൽ ചെയ്യുന്ന വിഷയം, ഇങ്ങനെ ഒരു ആധുനിക ലോകത്ത് ഒരു തൊഴിൽ മേഖലയിലും കാണാൻ പാടില്ലാത്ത, ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ശരിയോ തെറ്റോ എനിക്കറിയില്ല, ഉന്നയിച്ചിരിക്കുന്നു. ഗൗരവമായിട്ടാണ് നമ്മളത് കാണേണ്ടത്. ഒരു തൊഴിലിടമെന്ന നിലയിൽ ഇത്തരം പ്രവണതകൾ നിലനിൽക്കുന്നു എങ്കിൽ അതിനെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെന്ന നിലയിൽ കൃത്യമായ വേതനം കൊടുക്കാൻ, വിശ്രമ സമയം നിശ്ചയിക്കാൻ, കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അടിസ്ഥാന സൗകര്യം നിർവഹിക്കാൻ, ജോലി സമയത്തിൻ്റെ കൃത്യത കൈവരുത്താൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങൾ, ബോധവൽക്കരണത്തിലൂടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്തേ പറ്റൂ. അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. അതൊരു ബോധത്തിൻ്റെ വിഷയമാണ്. ഇന്നലെ നടന്ന ചർച്ചയിടയിൽ ഞാൻ ചോദിച്ചല്ലോ, ഈ ഭക്ഷണം പല തരത്തിലാണ് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് 2-3 ക്രൈറ്റീരിയ ആയിട്ടാണ് ഭക്ഷണം തരുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു അങ്ങനെയല്ല, ഭക്ഷണം വിളമ്പുന്ന ആൾ പറഞ്ഞു അങ്ങനെയല്ല. എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി പോളിസിക്കകത്ത് ഉണ്ടാകണമെന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഷയങ്ങളും ഞാൻ പറയുന്നില്ല. ഡോക്യുമെൻ്ററി